ശരി, ഞാൻ അതിനെ അനുകൂലിക്കും. ഇത് ഈ കറക്ഷൻ വരുത്തിയിട്ട് തന്നെ വിപിൻ ഇത് സർവകലാശാലയ്ക്ക് സമർപ്പിക്കേണ്ടതാണ്. കാരണം ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. Why Honorable Vice Chancellor has appointed me as chairman of the board? I am not an ordinary man. I am the reputed professor working in the Central University of Allahabad, Prayagraj. I have come all the way from there for conducting this YBC. Why external other examiner has given the positive report? Munde Madur Bhinna. It may be the very, but his research work is working for the doctor of award of PhD degree in Sanskrit. I recommend that one and to the competent authority. Whatever positive suggestions are there, those positive suggestions can be, it is not a compulsory. It can be accepted, it can be incorporated during the publication. But as this form, this thesis is worthy for the doctor of award of PhD degree in Sanskrit. I recommend. Thank you, sir. തീർച്ചയായും ജാതി അധിക്ഷേപം തന്നെയാണ് CN വിജയകുമാരി നടത്തിയതെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നാം കാണുന്നത്. അതായത് ഓപ്പൺ ഡിഫൻസിൽ പ്രയാഗ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള പ്രൊഫസർ അത് അംഗീകരിക്കുകയും ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. എന്തിനാണ് VC നിയമിച്ച ചെയർമാൻ പദവിയെ, അതായത് പ്രയാഗ്രാജിലെ പ്രൊഫസറാണ് ചെയർമാൻ പദവി ഉള്ളത് എക്സ്റ്റേണൽ കമ്മിറ്റിയുടെ, ആ എക്സ്റ്റേണൽ കമ്മിറ്റിയുടെ ചെയർമാൻ പദവിയെ എന്തിനാണ് VC നിയമിച്ച ചെയർമാനെ എന്തിനാണ് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഹയർ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന് വിജയകുമാരിയോട് ആ പ്രൊഫസർ ചോദിക്കുന്നതും ഇതേ ചടങ്ങിൽ നമുക്ക് കാണാം. അതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. വ്യക്തമാണ്. ഇപ്പോൾ സുലേഖ വിവരങ്ങളുമായി ചേരുകയാണ്. സുലേഖ, ഈ ദൃശ്യങ്ങൾ പറയുന്നത് എന്തൊക്കെയാണ്? അജിംഷാദ്, തീർച്ചയായും ഇത്തരത്തിൽ PhD പ്രബന്ധത്തിൻ്റെ ഓപ്പൺ ഡിഫൻസ് അത് ഈ നടത്തുന്ന സമയത്ത് ഒരു എക്സ്റ്റേണൽ കമ്മിറ്റിയും അതിനൊപ്പം തന്നെ ഈ PhD ആരുടെ ഗൈഡ് ലൈൻസിലാണോ ചെയ്യുന്നത് ഈ PhD വിദ്യാർത്ഥിയുടെ ഗൈഡ്, അതിനൊപ്പം തന്നെ ഡീൻ എന്നിവരും ഉണ്ടാകും. ഈ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുക്കുന്നവരുണ്ടാകും. പക്ഷേ ഈ ഓപ്പൺ ഡിഫൻസിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം അല്ലെങ്കിൽ പൂർണ്ണ അധികാരം അത് എക്സ്റ്റേണൽ കമ്മിറ്റി ചെയർമാനാണ്. പക്ഷേ ഈ എക്സ്റ്റേണൽ കമ്മിറ്റി ചെയർമാനെ മറികടന്നുകൊണ്ടാണ് ഡീനായിട്ടുള്ള CN വിജയകുമാരി ഈ പ്രബന്ധത്തിന്റെ ഓപ്പൺ ഡിഫൻസിൽ ഇത്തരത്തിൽ കൈകടത്തി ഇത് അംഗീകരിക്കേണ്ട കാര്യമില്ല, ഇതിൽ മാറ്റങ്ങൾ വരുത്തണം, ഈ PhD പ്രബന്ധം അതിൽ മാറ്റങ്ങൾ ഉണ്ട് എന്നുള്ളത് CN വിജയകുമാരി പറയുന്നത്. എക്സ്റ്റേണൽ കമ്മിറ്റി അംഗമായി VC നിയമിച്ചതാണ് പ്രയാഗ്രാജ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറെ. അദ്ദേഹം ഇത്തരത്തിൽ ഈ ഓപ്പൺ ഡിഫൻസിന് ശേഷം അദ്ദേഹം പ്രതിരോധിക്കുന്നുണ്ട്. ഈ ഓപ്പൺ ഡിഫൻസിൽ ചുമതല ചട്ടങ്ങൾ പ്രകാരം ചുമതല വൈസ് ചാൻസലർ നിയമിച്ച ചെയർമാനാണല്ലോ. ആ ചെയർമാൻ്റെ പദവിയെ എന്തിനാണ് നിങ്ങൾ അതിലംഘിക്കാൻ ശ്രമിക്കുന്നത്? എന്തിനാണ് ഡീൻ, ഒരു മോഡറേറ്ററിൻ്റെ പദവി മാത്രമേ ഡീൻ അവിടെ ഉള്ളൂ. ആ മോഡറേറ്റർ ആണെന്നിരിക്കെ എന്തിനാണ് ചെയർമാൻ്റെ പദവിയിലേക്ക് അത്തരം കടന്നുകയറ്റം നടത്തുന്ന വിമർശനം ഈ പ്രയാഗ് യൂണിവേഴ്സിറ്റിയിലെ എക്സ്റ്റേണൽ കമ്മിറ്റിയുടെ ചെയർമാൻ പറയുന്നുണ്ട് ഇതേ ചടങ്ങിൽ തന്നെ. അത് നമുക്ക് വ്യക്തമാണ്. അത് നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. ഇത് ഇന്നലെ SFI കുട്ടികളും സിൻഡിക്കേറ്റ് അംഗങ്ങളും ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളും ഒക്കെ പറഞ്ഞതുപോലെ സ്പഷ്ടമായ ജാതി വിവേചനം വിപിൻ വിജയനോട് ഈ വിജയകുമാരി കാട്ടിയിരിക്കുന്നു, ഡീൻ വിജയകുമാരി കാട്ടിയിരിക്കുന്നു.